സീറ്റുകൾ വിട്ടു നൽകാനാണെങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റ് വിടേണ്ടി വരും? സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിന് അതേ നാണയത്തിൽ മറുപടി നൽകി പി.സി. തോമസ്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളിലും തങ്ങൾ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി.സി. തോമസ് വ്യക്തമാക്കി. ഇടുക്കി, ഏറ്റുമാനൂർ, കുട്ടനാട് ഉൾപ്പെടെ 4 സീറ്റുകൾ തിരിച്ചു ചോദിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിനാണ് അദ്ദേഹം ശക്തമായ മറുപടി നൽകിയത്. 10 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ ഏകദേശം നിശ്ചയിച്ചു കഴിഞ്ഞതായും ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കില്ലെന്നും കൊച്ചിയിൽ അദ്ദേഹം പറഞ്ഞു. തോറ്റ സീറ്റുകൾ വിട്ടു നൽകണമെന്ന വാദത്തെ പരിഹസിച്ച പി.സി. തോമസ് ആ യുക്തി പ്രകാരം കോൺഗ്രസ് എത്ര സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് ചോദിച്ചു. 100-ലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് പരാജയപ്പെട്ട ഇടങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ തയ്യാറാകുമോ എന്നും അദ്ദേഹം ആരാഞ്ഞു. 10 സീറ്റിൽ മത്സരിച്ച് 2 വിജയിച്ച തങ്ങളോട് സീറ്റ് വിട്ടുകൊടുക്കാൻ പറയുന്നത് ധിക്കാരപരമാണെന്നും അത്തരമൊരു ആവശ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുന്നണി മര്യാദകൾ പാലിക്കണമെന്നും തങ്ങൾ മത്സരിച്ച 10 സീറ്റുകളും തിരികെ ലഭിക്കണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ടെന്നും പി.സി. തോമസ് വ്യക്തമാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി.ജെ. ജോസഫും മോൻസ് ജോസഫും മാത്രമാണ് വിജയിച്ചതെങ്കിലും മറ്റ് 8 മണ്ഡലങ്ങളിലും ഇത്തവണ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനാണ് പാർട്ടി തീരുമാനം. 10 സീറ്റ് എന്ന നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്നും കേരള കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസും ജോസഫ് വിഭാഗവും നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ അതിന്റെ നഷ്ടം കേരള കോൺഗ്രസിന് മാത്രമായിരിക്കും. നിലവിലുള്ള 2 മണ്ഡലത്തിലും നിലവിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതും വീട് കയറുന്നതും കോൺഗ്രസുകാരാണ്. എന്നാൽ അണികളില്ലാത്ത ജോസഫ് വിഭാഗത്തെ കൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കാറുമില്ല. തൊടുപുഴയും കടുത്തുരുത്തിയും ലഭിച്ചില്ലെങ്കിലും UDFന് അധികാരത്തിൽ വരാം എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇവർ ജയിച്ചു വന്നാൽ വീണ്ടും മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള അടി തുടങ്ങും. അതിലും ഭേദം ഇവരെ ഒഴിവാക്കുന്നതാണെന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കോട്ടയം ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ് പ്രതികരിച്ചത്.